ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നെട്ടയും കുഞ്ഞു വിശേഷം കാണാം. ഇന്ന് നെട്ടയത്താണുള്ളത്. ഇന്നലെ സൺഡേ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എനിക്കാരും വീഡിയോ എടുത്ത് തരാനായിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുകയാണ്. പണ്ട് വേറെ ഞാനിങ്ങനെ എൻ്റെ കാലിൽ ഇങ്ങനെ കിടത്തിയാണ് ഉറക്കമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ട്രിക്കൊന്ന് കുഞ്ഞിൽ പരീക്ഷിച്ച് നോക്കുകയാണ്. എവിടെ അവളിട്ട് ഉറങ്ങുന്നുണ്ടോ? അവൾ ഉറങ്ങുന്നൊന്നുമില്ല കേട്ടോ. അവൾക്ക് തോന്നണം ഉറങ്ങണമെങ്കിൽ. ഉറക്കമൊന്നും ആൾക്കില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് തോന്നുമ്പോൾ അവൾ ഉറങ്ങും. ഒരു 5 മിനിറ്റ് ഉറങ്ങിയിട്ട് എഴുന്നേക്കും. ഇതൊക്കെയാണ് അവളുടെ പരിപാടി എന്ന് പറയുന്നത്. ശനിയാഴ്ച വൈകുന്നേരം കാണാനായിട്ട് പോയിട്ട് കാണാൻ പറ്റിയില്ല. രാവിലെ എഴുന്നേറ്റ് ഒരു 10 മണിയൊക്കെ ആയിട്ടോ ആൾ എഴുന്നേറ്റൊക്കെ വന്നപ്പോഴേക്കും. അപ്പോഴേ എഴുന്നേറ്റ് വന്നപ്പോഴേ ചീമ തുടങ്ങി. നമുക്ക് ലുലുവിൽ പോകാമോ, ഷോപ്പിംഗ് ചെയ്യാൻ പോകാമോ? അപ്പം ഓണമായാൽ ഇവിടെ കുറേ ബൾക്കായിട്ട് ഓണക്കോപ്പ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അതൊരു നിർബന്ധമുള്ള കാര്യം കേട്ടോ. കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കൽ. അത് ഓണമാകുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാത്തപ്പോൾ അത്രയും ബൾക്കായിട്ട് വാങ്ങിക്കില്ല കേട്ടോ. അപ്പോൾ ഓണക്കോപ്പ് എടുക്കാൻ പോവാം നമുക്ക് ലുലുവിൽ പോവാം എന്ന് പറഞ്ഞ് ചീമ ബഹളം. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, സൺഡേ ആണെന്ന് ഭയങ്കര തിരക്കായിരിക്കും, ഓണം കൂടി ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റത്തില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കത്തില്ല കേട്ടോ. അപ്പോൾ പോയിട്ട് വരാം, പിന്നെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാം, സ്മാർട്ട് ബസാറിൽ പോകാം, പോത്തീസിൽ പോകാം, അവിടെ പോകാം, എവിടെ പോകാം. ഞാൻ പറഞ്ഞു ഞാൻ ഒരിടത്തും ഇല്ല എന്ന് പറഞ്ഞിങ്ങനെയായിരുന്നു. അപ്പോൾ സച്ചിനുണ്ട്. സച്ചിനും അവരിന്നലെ പോയിട്ട് വന്നിട്ട് സച്ചിൻ ഇവിടെ ഉണ്ടായിരുന്നു. സച്ചിൻ രാവിലെ പോകും. സച്ചിൻ്റെ ഓഫീസിൽ എന്തോ ഇന്ന് പ്രോഗ്രാമാണോ, ഓണ പ്രോഗ്രാമോ അവരുടെ ആനുവൽ ഡേ പ്രോഗ്രാമോ എന്തൊക്കെയാണ്. അപ്പോൾ സച്ചിൻ ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചീമകടന്നിങ്ങനെ ബഹളം പോവാം. ഞാൻ പറഞ്ഞു ശരി വാ പോവാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പറയും ഭയങ്കര തിരക്കായിരിക്കും, പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ വീട്ടിലൊന്നും കുക്ക് ചെയ്തില്ല. അപ്പോൾ അമ്മ ഉറങ്ങിക്കുന്നു, പുറത്തൊന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ചോദ്യം പുറത്ത് എവിടെ നിന്ന് കഴിക്കും. അങ്ങനെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ വേദ ഇറങ്ങി വന്നതും കറക്റ്റ് സമയം. പാരഗൺ ലുലുവിലെ പാരഗൺ. ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് 3/4 മണിക്കൂറെങ്കിലും ക്യൂ നിൽക്കണം. കഴിഞ്ഞ പ്രാവശ്യം പോയി 3/4 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ടോക്കൺ വിളിക്കാൻ വെയിറ്റ് ചെയ്ത് നിന്നാണ് ഭക്ഷണം കഴിച്ചത്. വേറെ എവിടെയെങ്കിലും പോകാം, അവൾക്ക് അവിടെ പോയാലേ പറ്റും. അപ്പോൾ വേദ അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാവരും അങ്ങേ വേദ പറഞ്ഞല്ലേ പാരഗൺ പോകാമെന്ന് പറഞ്ഞ്. ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കമിഴ്ന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാതെ വലിയ പാടാണ്. ഇപ്പം എങ്കിലും മാക്സിമം അവൾ ട്രൈ ചെയ്ത് അങ്ങ് കമിഴ്ന്ന് കിടക്കും കേട്ടോ. പിന്നെ അധിക സമയമൊന്നും കിടക്കത്തില്ല, കുറച്ച് സമയം കിടന്നിട്ട് പിന്നെ അങ്ങ് നേരെ ആവില്ല. ഞങ്ങൾ ആരെങ്കിലും എടുത്ത് തിരിച്ച് കിടത്തണം, എങ്കിലേ അവൾ കിടക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് കമരുന്നത് നിങ്ങൾ കണ്ടല്ലേ. അവളുടെ ഞാൻ നാൾ പറഞ്ഞതുപോലെ ഓരോ ഗ്രോത്തും നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കമിഴ്ന്ന് വരുന്ന വീഡിയോ എടുക്കാൻ നോക്കി നിന്നിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെ കമിഴ്ന്ന് വരുന്ന വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 10 മണിയപ്പോൾ പോകാറിറങ്ങിയപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു വയ്യായിക, ഒരു തലക്കറക്കലും ഛർദ്ദിക്കാൻ വരക്കലും ഒക്കെ. പിയുടെ എന്തോ ടാബ്ലറ്റ് കഴിക്കാണ്ട് കണ്ടൊക്കെ ഇറങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് അമ്മ പോയി ഒന്ന് കിടന്നിട്ടൊക്കെ വന്ന് പോവാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇറങ്ങി. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പോകാൻ. കാരണം സൺഡേ ആണ്. പിന്നെ സൺഡേ ആയിട്ട് ലുലുവിലെ തിരക്ക്, അല്ലെങ്കിൽ ലുലുവിലോ എന്തെങ്കിലും വിശേഷ ദിവസമൊക്കെ വന്നാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ആ തിരക്ക് കൊണ്ട് ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നിട്ടും ഒരു വിധത്തിൽ കേൾക്കില്ല കേട്ടോ. അങ്ങനെ പിന്നെ പോകാമെന്ന് കരുതി. പോകുന്ന വഴിക്ക് സച്ചിനെ പിക്ക് ചെയ്ത്, സച്ചിന് നമ്മുടെ ലുലുവിൻ്റെ അടുത്താണ് പ്രോഗ്രാം. അപ്പോൾ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത്, ലുലുവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട്, അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് സച്ചിൻ അവിടെ നിന്ന് പോവാം, കാർ എടുക്കുന്നില്ല എന്തോ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ സച്ചിനെ വിളിച്ചിട്ടാണ് നമ്മൾ പിന്നെ പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ റോഡൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല സൺഡേ ആയതുകൊണ്ട്. ലുലുവിൽ വന്നിട്ട് പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. എങ്കിലും പാർക്കിംഗ് ഒക്കെ കിട്ടി. എന്നിട്ട് നമ്മളൊരു 12 മണി എന്തോ ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ എന്തായാലും ഫുഡും കഴിച്ചുകൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് കരുതി. കുറച്ച് ഞാൻ പറഞ്ഞില്ല, ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഓണക്കോപ്പുകൾ വാങ്ങണം. അങ്ങനെയാട്ടോ ഇവിടെ പറയുന്നത്, ഓണക്കോപ്പ്. വേറെ നാട്ടിൽ വേറെ ചിലപ്പോൾ ചീത്തയായിരിക്കും, നമ്മളിവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഓണ സാധനങ്ങൾ എടുക്കണം. പിന്നെ ചീമ അച്ഛന് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു, അച്ഛന് ഷർട്ട്. പിന്നെ കുഞ്ഞിക്ക് ഞാൻ പറഞ്ഞില്ലേ ഓണത്തിന് ഇടാനായിട്ട് ഓണക്കോടി, നമ്മുടെ കസവിൻ്റെ അത് അന്ന് നോക്കിയപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞ് നമ്മൾ എടുത്തില്ല. പക്ഷേ അവൾക്ക് സൈസിനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ഓണക്കോടിയായിട്ട് കസവിൻ്റെത് ഞാൻ ഒരെണ്ണം എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊരെണ്ണം എടുക്കണമായിരുന്നു. പിന്നെ ചീമയ്ക്ക് വേറെ 1-2 ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ മതി. ഫസ്റ്റ് നമ്മൾ വന്നത് ഇവിടെ സ്ട്രോളർ നമുക്കിവിടെ ലുലുവിൽ റെൻറ്റിന് കിട്ടും കേട്ടോ. ആദ്യം 500 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നെ 1 ഹവറിന് 100 റുപ്പീസാണ്. നമ്മൾ എത്ര അവേഴ്സ് യൂസ് ചെയ്യുന്നോ അത്രയും അതിന് 100 വെച്ച് ആഡ് ആവും. അത്രയും നമ്മൾ ആയിട്ടില്ല, ഒരു 5 hours ആയിട്ടില്ല എങ്കിൽ എത്ര അവേഴ്സാണോ യൂസ് ചെയ്തത് ബാക്കി എമൗണ്ട് റീഫണ്ട് ചെയ്യും കേട്ടോ. അങ്ങനെ സ്ട്രോളർ എടുത്തു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ സ്ട്രോളർ ചെയ്യുമ്പോൾ നോക്കുന്നുണ്ട് അടുത്ത് ഇനി വാങ്ങാനായിട്ട്. പിന്നെ ഇരിക്കാറൊക്കെ ആയാലുണ്ടല്ലോ, ഒന്ന് നടക്കാറൊക്കെ ആയാൽ അവർ അങ്ങനെ അതിലൊന്നും അധികം ഇരിക്കത്തില്ല. പിന്നെ വേസ്റ്റ് ഓഫ് മണിയാണ്. അതുകൊണ്ട് തന്നെ വാങ്ങണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇപ്പോൾ തന്നെ ആ കാർ സീറ്റ് അവൾ ഭയങ്കര കംഫർട്ടബിളാട്ടോ. ഇപ്പം ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷെ ഒന്ന് നടക്കാറൊക്കെ ആയാൽ പിന്നെ അവരതിലിരിക്കത്തില്ല. ഇപ്പം തന്നെ കയ്യിൽ ചരിച്ച് കടത്തിയാൽ പോലും അവൾ ഇരിക്കത്തില്ല. അവൾക്ക് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണം കേട്ടോ.
അപ്പോൾ ഇതവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വാങ്ങണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. ലുലുവിൽ എപ്പോഴും വരുമ്പോൾ ഇതുപോലെ സ്ട്രോളർ റെൻറ്റിന് എടുത്തിട്ട് അവളിങ്ങനെ കറക്കിക്കൊണ്ട് നടക്കും. അവൾ ഭയങ്കര കംഫർട്ടബിളാണ്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പല കുട്ടികളും ഇതുപോലെ സ്ട്രോളറൊക്കെ റെൻറ്റിന് എടുത്തിട്ട് ആ സ്ട്രോളറിൽ പാരൻസിൻ്റെ ബാഗും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. കുട്ടികൾ ഓടിച്ചാടി നടക്കുന്നുണ്ട്, ഈ നടക്കാറായ കുട്ടികൾ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ, ഇത് വാങ്ങണോ വേണ്ടേ എന്നുള്ളത് കേട്ടോ. അങ്ങനെ അവളെയും കൊണ്ട് നമ്മൾ ഫസ്റ്റ് പോയത് പാരഗണിലാണ്. പാരഗണിൽ ചെന്നപ്പോൾ 50 എന്തോ ആയിരുന്നു ടോക്കൺ അവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു 100 ടോക്കണാണ്, 23 ഫാമിലീസ് വെയിറ്റിംഗ് ആണ്, 100 ടോക്കൺ ആണെന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, വേദ അവിടെ നിന്ന് കഴിക്കൂ, വേദയ്ക്ക് അവിടെ നിന്നേ വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ എൻ്റെ അച്ഛനും അമ്മയും, അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ നോക്കാമെന്ന് കരുതി. അപ്പോഴേക്കും നമ്മൾ നേരെ വന്ന് ലുലു കണക്കിൽ വന്ന് ഒരു വാച്ചൊക്കെ അങ്ങ് നോക്കാമെന്ന് കരുതി. ഏട്ടൻ്റെ ബർത്ത്ഡേ വരും കേട്ടോ, ചിങ്ങത്തിലെ വിശാഖമാണ് ഏട്ടൻ. അപ്പോൾ ഇപ്രാവശ്യം എനിക്കൊരു കുറേ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തന്നില്ലേ, അപ്പോൾ ഞാൻ തിരിച്ച് വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ വാച്ച് വാങ്ങാൻ വന്നതാണ്. പക്ഷേ ഏട്ടൻ ഒരു ടൈപ്പാട്ടോ, നമ്മളെന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ പറയും എനിക്കിതങ്ങ് വേണ്ടാന്ന് പറയും. നമ്മളെന്ത് സാധനം സ്നേഹത്തോടെ വാങ്ങിക്കൊടുത്താലും ശരി അവിടെ വച്ചേരാം, അല്ലാതെ കൊള്ളാം, നമ്മൾ എത്ര കൊള്ളില്ലെങ്കിലും എന്താ പറയുക, കൊള്ളാം, അടിപൊളി, സൂപ്പർ എന്നൊക്കെ പറയും. ഇതങ്ങനെയല്ല കേട്ടോ, അവിടെ വച്ചേരാം, എത്ര കൊള്ളാമെങ്കിലും അവിടെ വച്ചേരെന്ന് പറയും. അതിനെക്കാട്ടി ഏട്ടനെ കൂടി കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങാൻ പറഞ്ഞാലും ഭയങ്കര അഭിമാനിയാണ്, എനിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയും. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് പിന്നെ എനിക്കൊരു വെറുതെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു വാങ്ങുന്നത്. പിന്നെ ബ്രിക്കൺ സ്റ്റോക്കിനും കിടന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ബ്രിക്കൺ സ്റ്റോക്ക് ചപ്പലൂടി വാങ്ങാമെന്ന് കരുതി. പക്ഷേ അത് കാരണം കൊണ്ട് വാങ്ങാതെ വന്ന് നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അഭിമാനിയുണ്ട്, ഇടത്തില്ല. നമ്മൾ ഏട്ടൻ വാങ്ങും ഞാൻ ഗിഫ്റ്റായിട്ട് തരാമെന്ന് പറഞ്ഞാൽ അതും അഭിമാനിയുണ്ട്, വാങ്ങത്തില്ല കേട്ടോ. എന്തെങ്കിലും ചേട്ടാ, ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കി കേട്ടോ. അവിടെയൊക്കെ നോക്കി തിരിഞ്ഞ് വന്നിട്ട് നമ്മുടെ ടോക്കൺ ആയില്ല. പിന്നെ സീറ്റ് പോകുന്നതനുസരിച്ചല്ലേ, 99 വിളിക്കുന്നു, 90 വിളിക്കുന്നു, 95 വിളിക്കുന്നു, 100 മാത്രം വിളിക്കുന്നില്ല. കറക്റ്റ് 3/4 മണിക്കൂറായപ്പോൾ നമ്മുടെ ടോക്കണായേ. അവളാണെങ്കിലും മിണ്ടാതെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിളാണ്, ചിരിച്ചും കളിച്ചു നോക്കുക, അതിൽ അങ്ങനെ കിടപ്പുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചീമയോട് പറഞ്ഞു, ചീമ ഫീഡ് ചെയ്തിട്ട് വാ, അല്ല എങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ അവൾ കരയുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചീമയും വേദയും കൂടി ഫീഡ് ചെയ്യാനായിട്ട് കുഞ്ഞിയെ കൊണ്ടുപോയി. കുഞ്ഞിയെ കൊണ്ട് പോയപ്പോഴേക്കും അവർ പോയി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഡിസ്പ്ലേയിൽ നമ്മുടെ ടോക്കൺ കാണിച്ച്. അപ്പോൾ അവർ ചോദിച്ചു, നമ്മൾ 5 പേരാണ്, 4 പേര് സീറ്റിൽ ഒരാൾക്കൂടെ ഉള്ളത് ചെയറിട്ട് തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം അത് പറ്റത്തില്ല, നമുക്ക് 5 പേർക്ക് തന്നെ വേണം, കാരണം സ്ട്രോളറൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുകൊണ്ടുള്ളതുകൊണ്ട് നമുക്ക് 5 പേരുള്ള സീറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോഴേക്കും നമ്മുടെ വിഴിഞ്ഞം ചൊവ്വരയുള്ള ഒരു ഫാമിലിയെ കണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടാലും അറിയാമെങ്കിലും മിണ്ടത്തില്ല. ചിലരിങ്ങനെ സ്നേഹത്തോടെ വന്ന് മിണ്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾക്ക് നമ്മളെ അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ ജാടയെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ നമുക്കറിയാത്തത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ മിണ്ടിയാലും നമ്മൾ മിണ്ടും കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിരുന്നപ്പോൾ ചീമയും വേദയും കൂടി ഞാൻ വിളിച്ചതേ സീറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു. പാല് കുടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പാലൊന്നും കുടിക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ വായി നോക്കി ഇരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കുടിക്കുന്നില്ലെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും കൊണ്ട് വന്നു. സീറ്റ് കിട്ടി. സീറ്റിലിരുന്നപ്പോഴേക്കും വീണ്ടും പറയുന്നു 20 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യണമെന്ന്, 20 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ശരി, ഇനിയിപ്പോൾ ചെയ്തില്ലേ പറ്റത്തുള്ളൂ. ഞാനും വേദയും ചീമയും കൂടി ഹാഫ് ബിരിയാണി പറഞ്ഞു. ചീമയ്ക്ക് ബിരിയാണി അത്ര താല്പര്യമില്ല, പക്ഷെ അവൾ എന്താണ് ബിരിയാണി പറഞ്ഞതെന്ന് അറിയത്തില്ല. അച്ഛനും അമ്മയും മീൽസാണ് പറഞ്ഞത്. ഒപ്പം ഒരു കൂന്തൽ ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കൂന്തൽ ഫ്രൈ എൻ്റെ അമ്മ മസ്റ്റായിട്ട് നിങ്ങൾ കഴിക്കട്ടെ. നല്ല നമ്മൾ തേങ്ങാക്കൊത്തിട്ടതാണ് കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഉള്ളിയും തേങ്ങയൊക്കെ ആയിരുന്നു കൂടുതൽ. പക്ഷേ ഈ കൂന്തൽ ഫ്രൈ ഉണ്ടല്ലോ, നമ്മൾ മീൻമുട്ടയൊക്കെ വറുക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇതിന് മുന്നേ പാരഗണിൽ നിന്ന് കഴിച്ചിട്ട് ഒരു ബാഡ് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ചിക്കൻ പീസ് ഇല്ല എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. മറ്റേ ബിരിയാണി സൂപ്പറാണ്, പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവാണ്, ഓവർ പ്രൈസ്ഡും ആണ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റിയിലൊക്കെയാണ് തരുന്നത്. പക്ഷേ ഭയങ്കര റേറ്റ് കൂടുതലും ക്വാണ്ടിറ്റി. ചിക്കനൊക്കെ നമുക്ക് ഇന്ന് പ്രാവശ്യം കിട്ടിയ ചിക്കൻ വലിയ പീസായിരുന്നു കേട്ടോ. അന്ന് കുഞ്ഞെന്താ പീസ് കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഇന്നത്തെ ബിരിയാണി അത്ര എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല. ചിക്കൻ ഈ പറഞ്ഞ പോലെ വലിയൊരു പീസ്, പക്ഷെ അതെല്ലാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ എടുത്ത് കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബിരിയാണിയിൽ. മീൽസൊക്കെ നല്ലതായിരുന്നു, അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഇഷ്ടപ്പെട്ടു. എന്തായാലും അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നപ്പോഴേക്കും ഫുഡെല്ലാം വന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞി വീണ്ടും കരച്ചിൽ തുടങ്ങി കേട്ടോ. അവൾ പാൽ കുടിക്കാൻ കൊണ്ടുപോയപ്പോൾ അവൾക്ക് വേണ്ട, വായി നോക്കിക്കൊണ്ടിരുന്നവൾ കറക്റ്റ് അത്രയും സമയവും കളിച്ചുകൊണ്ടിരുന്നവൾ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നത് അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. പിന്നെ വാരി വലിച്ച് വിഴുങ്ങിയിട്ടൊക്കെ ചീമ പെട്ടെന്ന് കൊണ്ടുപോയി ഫീഡ് ചെയ്തിട്ട് വന്നപ്പോഴേക്കും നമ്മളൊക്കെ കഴിച്ചെണീറ്റു. എഴുന്നേറ്റ ശേഷം നോക്കിയപ്പോൾ അവൾ ഭയങ്കര ഉറക്ക ക്ഷീണം കേട്ടോ. ഞാനിങ്ങനെ നമ്മളവിടെ നിന്ന് പ്രത്യേക ലുലു ഫാഷനിലേക്ക് വന്നപ്പോഴേക്കും അവൾ കയ്യിലിരുന്ന് അങ്ങ് ഉറങ്ങിയിട്ട് കയ്യിൽ അങ്ങനെ ഒരുപാട് സമയം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോഴേക്കും സ്ട്രോളർ തിരിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവിടെ ആ സീറ്റിൽ നമ്മൾ ഷീറ്റെല്ലാം വിരിച്ചിട്ട് അവൾ അവിടെ കിടത്തിയേ. ഞങ്ങൾ എന്നിട്ട് ലുലു ഫാഷൻ അമ്മയും അച്ഛനും കുഞ്ഞിയും
ചീമയും കൂടെ അവിടെ ഇരുന്നു. ലുലു ഫാഷനിൽ കയറി ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുഞ്ഞിക്ക് ഓണത്തിനിടാനായിട്ട് വേണം ഒരു ഡ്രസ്സ്. പിന്നെ അല്ലാത്തൊരു ആവശ്യത്തിനൂടെ നമുക്ക് ഒരു ഇതുപോലത്തെ സെയിം ഡ്രസ്സ് വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ വാങ്ങി വെക്കുക. ഇതുപോലത്തെ കസവിൻ്റെ ഇത് പിന്നീട് ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇതിലിപ്പോൾ ഇവിടെ ഉള്ളതിൽ ഇഷ്ടപ്പെട്ട 2 എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ അന്ന് കുഞ്ഞിക്ക് എടുക്കാൻ വന്നപ്പോഴേക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കളക്ഷൻസൊക്കെ വളരെ കുറവാണ്. പിന്നെ അതിലുള്ളതിൽ ഇഷ്ടപ്പെട്ട ദേ ഈ ഒരെണ്ണം, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുഞ്ഞിക്ക് ഓണക്കോടിയായിട്ട് ഓണത്തിന് ഇടാനായിട്ട്. അത് കഴിഞ്ഞ് ചീമയ്ക്ക് എന്തോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ചീമയുടെ സച്ചിൻ്റെ മാമൻ്റെ മക്കൾക്ക് 2 പേർക്ക് എന്തോ ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൂടി ലുലു ഫാഷനിൽ നിന്ന് ഡ്രസ്സെല്ലാം എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ കുഞ്ഞി വന്നപ്പോഴേക്കും കറക്റ്റ് സമയം നമ്മളൊരു ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴേക്കും അവൾ എഴുന്നേറ്റു കേട്ടോ. ഇത്രയുള്ള അവളുടെ ഉറക്കം ഒരു അരമണിക്കൂറായപ്പോഴേക്കും അവൾ എഴുന്നേറ്റു. അപ്പോൾ അവിടെ നിന്ന് ഷോപ്പിംഗ് കഴിക്കും നമ്മൾ നേരെ മാക്സിലേക്ക് പോയി അച്ഛനൊരു ഷർട്ട് എടുക്കാനായിട്ട്. അച്ഛന് ഷർട്ട് എടുക്കാൻ പോയപ്പോൾ ചീമയും വേദയും അച്ഛനും കൂടെ പോയി ഷർട്ടെല്ലാം സെലക്ട് ചെയ്തു. ഞാനും കുഞ്ഞിയും അമ്മയും കൂടി ഇവിടെ ഇരുന്ന് കേട്ടോ. അവളെയും കൊണ്ട് ഇങ്ങനെ അധിക സമയം നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അവൾ ഇരിക്കത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ കിടത്തുകയാണെങ്കിൽ കിടത്തിയാൽ ഇരിക്കില്ല. ഇങ്ങനെ കുറേ സമയം ഇരിക്കും. പിന്നെ അവൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. കൈയും കാലോട്ട് അടിക്കലായിരിക്കും. അങ്ങനെയൊക്കെ കേട്ടോ. മറ്റേ കാർ സീറ്റർ ഭയങ്കര കംഫർട്ടബിളാണ്. അതെടുത്താലേ അവൾ അതിലിരിക്കും. പക്ഷേ അത് തൂക്കിക്കൊണ്ട് നടക്കാൻ കുറച്ച് പാടുണ്ട്. സ്ട്രോളർ നമ്മൾ കൊടുക്കുകയും ചെയ്തില്ല. അവൾ ഉറങ്ങുന്നത് കണ്ടുകൊണ്ട് സ്ട്രോളർ തിരിച്ച് കൊടുക്കുകയും ചെയ്തു. 2 hours ആയില്ല. 2 hoursൻ്റെ എമൗണ്ട് 200 rupees അവരെടുത്ത് ബാക്കി 300 ക്യാഷ് റീഫണ്ട് ചെയ്തേ. എന്നിട്ട് വീണ്ടും കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞിക്ക് ചീമ പാൽ കൊടുക്കാനായിട്ട് കുഞ്ഞിയും ചീമയും കൂടി പോയി. ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് ഫിഷും അമ്മയ്ക്ക് മട്ടൻ വേണമെന്ന് പറഞ്ഞു. മട്ടനും അങ്ങനെ ഏതാണ്ടൊക്കെ കുറച്ച് സാധനം വാങ്ങിച്ച് ആക്ച്വലി 12 മണിക്ക് വന്നെങ്കിലും പാരഗണിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴേക്ക് 2 മണി ഏകദേശം ആയി. പിന്നെ ഷോപ്പിംഗ് ചെയ്യാനൊന്നും സത്യം പറഞ്ഞാൽ വയ്യ. ഞാൻ പറഞ്ഞില്ല ഓണം സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നതാണ്, അതിനൊന്നും വയ്യ. ആ ലുലു ഫാഷനിൽ കയറി അത്രയും സാധനവും വാങ്ങി മാക്സിൽ കയറി അച്ഛനും ഷർട്ടും എടുത്തപ്പോൾ തന്നെ എല്ലാവരും അതിന് മുന്നേ തളർന്നു കേട്ടോ. ഇനി തിരിച്ച് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞ് കയറി ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഫിഷോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങാമെന്ന് എഴുതി. അങ്ങനെ ഫിഷും മട്ടനും ഒക്കെ വാങ്ങിയപ്പോഴാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇരുന്ന് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. വേദയ്ക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കൊടുക്കുന്ന കട ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ അതിൽ നിന്ന് ഡ്രാഗൺ ഫ്രൂട്ടും അച്ഛൻ വാങ്ങിക്കൊടുത്തു. ഇന്ന് ഫുൾ അച്ഛൻ്റെ വക ചിലവാട്ടോ. അങ്ങനെ അച്ഛന് പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയ ഒരു ആഘോഷമാണ്. ഏതാണ്ടൊക്കെ വാരിപ്പറക്കി എടുക്കുന്നുണ്ട്. പക്ഷെ ഓണ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. അത് കഴിഞ്ഞ് കുനാഫ സെക്ഷനിൽ വന്നപ്പോൾ അയാളെന്താ നമുക്ക് ചുമ്മാ തരുന്ന കണക്കാണ് അയാളുടെ ഭാവം കേട്ടോ. നമുക്ക് ശേഷം വന്ന ആൾക്ക് അയാൾ വീണ്ടും കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കാട്ടി മുന്നേ വന്നവിടെ നിൽക്കുകയാണ്, അയാൾ തരുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമ്മൾ അവർക്ക് മുന്നേ വന്നതാണ് തരാൻ പറഞ്ഞു. അയാളുടെ ഒരു ദേഷ്യം കാണുമായിരുന്നു. തരാം, ഞാൻ പറഞ്ഞു കുനാഫോടി വേണം, ഇത് എടുത്തിട്ട് തരാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു അത് എടുത്തിട്ട് തരാൻ പറ്റുള്ളൂ എന്ന് എനിക്കും അറിയാം, വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. എന്താണ്ട് അയാളുടെ വീട്ടിൽ നിന്ന് നമുക്ക് ചുമ്മാ കൊണ്ട് തരുന്നതൊക്കെയായിരുന്നു അയാളുടെ ഭാവം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ വാങ്ങിച്ചു. അപ്പോഴേക്കും എന്തേ അവോക്കാഡോ റൈപ്പായോ, അതായത് പഴുത്തോ എന്ന് നോക്കുന്ന ചെക്ക് ചെയ്യുന്നൊരു മെഷീൻ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതിലൊരു അവോക്കാഡോ എടുത്ത് ഇങ്ങനെ സ്കാൻ ചെയ്യാൻ വെച്ചപ്പോഴേക്കും അതിൻ്റെ കറക്റ്റ് എത്ര പഴുത്തു എന്നുള്ളതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അവോക്കാഡോയൊക്കെ വാങ്ങി ബില്ലെല്ലാം ചെയ്ത് അവിടെ നിന്നിറങ്ങിയപ്പോൾ 4 മണിയായേ. എന്നിട്ട് ആർക്കും ചായ കുടിക്കാൻ ഇറങ്ങാൻ വയ്യ. ചീമയ്ക്ക് ചായ വേണം, ഇറങ്ങാൻ വയ്യ. ഞാൻ പറഞ്ഞു വണ്ടി ഇരുന്നുള്ള കുടുപ്പൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ചായ കണ്ടപ്പോൾ ചീമ ഇറങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ ചായയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഓരോ ചായയും സ്നാക്സും ഒക്കെ വാങ്ങി. വേദ വടാപ്പാവ് എന്ത് വാങ്ങിച്ചു. ഞാനും അമ്മയും അച്ഛനും കൂടി പ്രോട്ടീൻ മുട്ട പുഴുങ്ങിയത് വാങ്ങി. ചീമ ഒരു പഴംപൊരി വാങ്ങി. ചീമ കോഫി, വേദ ഹോർലിക്സോ ബൂസ്റ്റോ എന്തോ വാങ്ങി. അച്ഛനൊരു മധുരമിടാത്ത സ്പെഷ്യൽ ടീ എന്ന് പറഞ്ഞു. ഞാനൊരു മധുരം ഇട്ട മസാല ചായ വാങ്ങിച്ചു. അമ്മ ചായയൊന്നും കുടിക്കത്തില്ല. അമ്മയ്ക്ക് പശുവിൻ പാലിലെ ചായ അല്ലാതെ വേറൊന്നും അങ്ങോട്ടേക്ക് ഇറങ്ങത്തില്ല കേട്ടോ. അമ്മ അങ്ങനെ കുഞ്ഞിയെ നോക്കിയിരുന്നു. നമ്മൾ ചായയെല്ലാം കുടിച്ചു. സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഓണക്കോപ്പ് എടുക്കാൻ പോയിട്ട് ഓണസാധനങ്ങൾ എടുത്തതുമില്ല. അച്ഛൻ്റെ കയ്യിലിരുന്ന ഒരു 5000 rupees പൊട്ടിച്ചു കേട്ടോ ലുലുവിൽ. എന്തൊക്കെ വാങ്ങിച്ചു എന്ന് വെച്ചാൽ പിന്നെ നട്ട്സൊക്കെ വാങ്ങിച്ചു. ഈ പറഞ്ഞ പോലെ മട്ടൻ വാങ്ങി. മട്ടൻ തന്നെ ഇപ്പോൾ കിലോ എത്ര രൂപയാണെന്ന് അറിയണ്ടേ. മട്ടൻ വാങ്ങി, പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കുറേയൊക്കെ വാങ്ങി. അപ്പോൾ അച്ഛൻ്റെ കയ്യിലിരുന്ന പൈസ നമ്മൾ അത്രയും ഏകദേശം പൊട്ടിച്ചു കേട്ടോ. അല്ലെങ്കിലും ലുലുവിൽ ആര് കയറിയാലും ഇത്ര കുറച്ച് മേടിച്ചാലും ഈ ഒരു എമൗണ്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഒരു 3000 കുറഞ്ഞൊരു ബില്ല് അവിടെ കയറി പ്രതീക്ഷിക്കണ്ട. അങ്ങനെ വീട്ടിലൊക്കെ വന്ന് എല്ലാ സാധനമൊക്കെ പറക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി ഓണ സാധനം വാങ്ങാൻ ഇനി എപ്പോൾ പോകും എന്നുള്ള ചോദിച്ചില്ല. അപ്പം അച്ഛൻ പറഞ്ഞാൽ നെട്ടേത്തെങ്ങാനും വാങ്ങാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുഞ്ഞിക്ക് വാങ്ങിയ ഓണക്കോടി വേദ കുഞ്ഞിക്ക് കൊടുക്കുകയാണ്. ഇത് ഞാൻ വാങ്ങാൻ നിന്നപ്പോഴാണ് ചീമ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ വാങ്ങാത്തത്. ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ഇല്ല. അതുകൊണ്ട് പിന്നെ അവൾക്കൊരു ഓണക്കോടി എടുത്ത് കൊടുത്തു. ഇതെൻ്റെ വക കേട്ടോ. ഇതായിരിക്കും അവൾ ഓണത്തിനിടുന്നത്. പിന്നെ അച്ഛന് ഷർട്ട്, ചീമ എടുത്തു കൊടുത്തത് ബ്ലൂ ഷർട്ട്, ഞാൻ എടുത്തു കൊടുത്തത്
കോഫി ബ്രൗണേ. അമ്മയ്ക്കും അതുപോലെ തന്നെ ഞാൻ എടുത്തു കൊടുത്ത ബ്ലൂ സാരി ചീമ എടുത്തു കൊടുത്തത് കോഫി ബ്രൗണേ. അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ട് വരികയാണ് കാണിക്കാനായിട്ട്. ഇനിയുണ്ടല്ലോ, ലുലുവിൽ പോയിട്ട് വന്ന ശേഷം ഭയങ്കര പിണക്കവും കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു. വാശിയല്ല, ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവൾ. ഞാനങ്ങനെ ഉഴിഞ്ഞൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മൾ കർപ്പൂരമൊക്കെ ചുറ്റി ഇങ്ങനെ ഇടില്ല, അതുപോലെ ചുറ്റിയൊക്കെ ഇട്ടായിരുന്നു. പക്ഷേ എങ്കിലും അവൾ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. ഇനി വയറുവേദന എന്തെങ്കിലും ആണോ എന്താണെന്ന് അറിയത്തില്ല. അവൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അവൾക്കൊരു സൈഡിൽ ഇങ്ങനെ പാട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ വാ കൊണ്ട് ആക്ഷൻ കാണിക്കുമ്പോൾ അവൾ കരുതുന്നത് ഞാൻ പാട്ട് പാടുന്നു എന്നാണ് കേട്ടോ. പിന്നെ ഏതോ വലിയ പോപ്പ് സിംഗറാന്നൊക്കെയാണ് അവളുടെ വിചാരം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, വലുത് അപ്പോൾ അത് മാറിക്കോളും. അങ്ങനെ നമ്മൾ ഓണക്കോടിയെല്ലാം എടുക്കുന്ന വീഡിയോ കൊടുക്കുന്ന വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നേക്കാണ്. അങ്ങനെ ചീമയുടെ ഓണക്കോടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് വേദ വന്ന് നമ്മൾ വാങ്ങിയ ഓണക്കോടി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വേദ ചെന്ന് നൈറ്റീസോ എന്തൊക്കെ നമ്മൾ കൊടുത്തതെല്ലാം വേദ വന്ന് എടുത്തുകൊണ്ട് വരികയാണേ. എല്ലാ പ്രാവശ്യവും നൈറ്റിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഓരോ വർഷവും നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിരിക്കും എന്തൊക്കെ വാങ്ങിക്കൊടുക്കണം, ഏതൊക്കെ വാങ്ങിക്കണം. എന്തായാലും ഒരു സാരി മസ്റ്റായിട്ട് വാങ്ങും, അച്ഛനൊരു ഷർട്ടും മസ്റ്റായിട്ട് വാങ്ങും. അത് കഴിഞ്ഞുള്ളത് നമ്മുടെ ബഡ്ജറ്റിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും എന്തൊക്കെ ഏതൊക്കെ വാങ്ങണമെന്നുള്ളത്. ഇവിടെ ഒരാൾ ബഹളം തന്നെ കേട്ടോ, ബഹളം. അങ്ങോട്ട് മറിയുന്നു, ഇങ്ങോട്ട് മറിയുന്നു, കരയുന്നു. അപ്പോൾ അവൾക്കിങ്ങനെ ടമ്മി ടൈം, അതായത് കമിഴ്ന്ന് കിടക്കുമ്പോൾ കളിക്കാനായിട്ടുള്ള സാധനമൊക്കെ ചെയ്യുമ്പോൾ സെറ്റ് ചെയ്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. വേദയ്ക്ക് കൊടുത്തിട്ടും മതിയാവുന്നില്ല. മുണ്ട് കൊടുത്താലേ ശരിയാവും. അത് കവറിലിരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് കവറിൽ നിന്ന് ഇളക്കി മാറ്റി അല്ലാതെയൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര സെറ്റപ്പ് കേട്ടോ. അച്ഛനും അമ്മയും ഞങ്ങൾക്ക് കാശാണ് തന്നത്, എനിക്കും ചീമയ്ക്കും കാശാണ് തന്നത്. നമുക്ക് 3 പേർക്കുമായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വാങ്ങിക്കോളൂ, അല്ലാതെ നമ്മൾ കൊടുത്താൽ ശരിയാവത്തില്ല, വാങ്ങിച്ചാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ പൈസയ്ക്ക് വേദയ്ക്ക് ഡ്രസ്സ് എടുത്തു. ഞാൻ വസ്ത്രം നിന്ന് ഞെരിവിര കുറേയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ വസ്ത്രം നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. 2 മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തു, അല്ലാതെ ഒരു ചിക്കൻ കാരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ മാത്രം ഒന്നും വാങ്ങാണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, അഭിമാനി, പൈസ കൊടുത്താലൊന്നും ഇങ്ങനെ വാങ്ങിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അവിചാരിതമായി എടുത്തതാണ്, പക്ഷേ മാച്ചായിട്ട് വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും ചീമ എടുത്തു കൊടുത്ത ഷർട്ടും ഞാൻ എടുത്തു കൊടുത്ത സാരിയും. ഇത് നമ്മുടെ അമ്മയ്ക്ക് സ്നേഹസമ്മാനമായിട്ട് കൊടുത്ത സാരി. ഇതെല്ലാം വസ്ത്രയുടെ പ്രോഡക്റ്റ് കേട്ടോ, ലേഡീസിൻ്റെ എല്ലാം വസ്ത്രയുടെ പ്രോഡക്റ്റാണ്. ഇത് ചീമ അമ്മയ്ക്ക് കൊടുത്ത ട്രെൻഡിങ് ആയിട്ടുള്ള കോഫി ബ്രൗൺ കാഞ്ചി കോട്ടൺ സാരിയും ഞാൻ അച്ഛന് വാങ്ങിക്കൊടുത്ത ഷർട്ടും ഓൾമോസ്റ്റ് എല്ലാം മാച്ചായി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ലുലുന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ പൊട്ടിക്കലും പറക്കലും ഇടലും നട്ട്സും ഡേറ്റ്സും അതൊക്കെ വാരി സെപ്പറേറ്റ് ഒക്കെ ഇടക്കാം കേട്ടോ. ഇവിടെ മസ്റ്റായിട്ട് എന്നും ദിവസവും കാഷ്നട്ടും ഓൾമണ്ട്സും അച്ഛനും അമ്മയ്ക്കും നിർബന്ധമാണ്. രാവിലെ കുറച്ചൊരു കുഞ്ഞുപിടി അവർ രാവിലെ എഴുന്നേറ്റാൽ കഴിക്കും. നമ്മളുണ്ടെങ്കിൽ നമുക്കും കിട്ടും കേട്ടോ. അത് അവരുടെ ഒരു ഡെയിലി റൊട്ടീനാണ്. പക്ഷേ നമുക്കും വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഡെയിലി റൊട്ടീനൊന്നുമില്ല. തോന്നുമ്പോൾ വാരിപ്പിറക്കി വായിക്കാത്തിട്ടൊക്കെയാണ് നമ്മുടെ പരിപാടി. പക്ഷേ ഒരളവിന് അവർ 2 പേരും അവർക്ക് രാവിലെ ചായ കുടിക്കുമ്പോൾ അത് മസ്റ്റായിട്ട് വേണം. അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഡേറ്റ്സ് ഒന്നും അങ്ങനെ കഴിക്കത്തില്ല. എങ്കിലും അച്ഛൻ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഇങ്ങനെ ഞെരിപ്പിര വാങ്ങിക്കൊണ്ടേയിരിക്കണം കേട്ടോ. എന്നിട്ട് പറയും ഞങ്ങൾ കൊണ്ടുവന്ന് മുടിപ്പിച്ചു എന്ന്. പക്ഷേ അച്ഛനാണ് ഇതൊക്കെ ചെന്ന് വാരിപ്പിറക്കി എടുക്കുന്നത്. ഞാനിപ്രാവശ്യം ഒന്നും വാങ്ങില്ല. ഞങ്ങളോട് പറയായിരുന്നു 5000 രൂപ എൻ്റെ തീർത്തിട്ടിരിക്കണം 2 കൂടി. ഞാൻ പറയും ഞാൻ ആകെ വാങ്ങിയത് കുനാഫ വാങ്ങി, ഒരു ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ ഒരെണ്ണേ വാങ്ങിയുള്ളൂ വേദയ്ക്ക്, ബാക്കി അച്ഛനാണ് വാങ്ങിയത് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ. ഞാൻ പൈസ കൊടുത്തില്ല, അച്ഛൻ തന്നെയാണ് കൊടുത്തത്. എങ്കിലും ഞാനായിട്ട് വാങ്ങിയ സാധനങ്ങളെ ലിസ്റ്റ് പറഞ്ഞതാണ്. ഒരു കുനാഫ, പിന്നെ മറ്റേ പിസ്താഷ്യ എടുത്തുണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്ക് പറയാൻ പെട്ടെന്ന് വരത്തില്ല കേട്ടോ. അതും ഒരു ഹണി കേക്ക് മാത്രമാണ് ഞാൻ എൻ്റേതെന്നും പറഞ്ഞ് വാങ്ങിയത്. ഒരു ഡ്രാഗൺ ഫ്രൂട്ടും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാ അച്ചാച്ചൻ്റെ തോന്നിവാസത്തിന് വാങ്ങിയതാണ്. എന്നിട്ട് പറയണു ഞാൻ വാങ്ങിയതെന്നേ. ഫസ്റ്റ് തന്നെ വേദയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കറിയില്ല ഇതിനെന്താണ് അത്രയും സ്വാദുള്ളതെന്ന്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ, അവരിങ്ങനെ വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ ഇതിപ്പോൾ വേദയ്ക്ക് ഫസ്റ്റ് കൊടുക്കുകയാണ്. വേദയുടെ വായിക്കൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. ഞാനൊരു പീസെടുത്ത് വായിക്കാത്തിട്ടിട്ട് എനിക്കത് തുപ്പണോ കളയണോ തിന്നണോ എന്ന് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ വാങ്ങിയ ഡ്രാഗൺ ഫ്രൂട്ട് മറ്റേത് മധുരം പോലും ഉണ്ടാവില്ല, ഒരു വികാരമില്ലാത്തൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പക്ഷേ അത് ഷേക്കൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഷേക്ക് അടിച്ചാലും നല്ലതാണ്. പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ, ഒരു പ്രത്യേക ചെവയും എനിക്കിഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല മഴയും കാറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആരും പിന്നെ വൈകുന്നേരം ഒന്നും കഴിച്ചില്ല കേട്ടോ. എല്ലാവർക്കും വയറൊക്കെ ഫുള്ളായിരിക്കുമായിരുന്നു. ഈ പറഞ്ഞ സാധനം നട്ട്സും ഇതൊക്കെ വാരി കഴിച്ചിട്ട്, സ്വീറ്റ്സും എല്ലാം ഒക്കെ വാരി കഴിച്ചിട്ട് വേണ്ട. അപ്പോഴേക്കും വീട്ടിൽ വാട്ടർമെലൺ ഇരിക്കുകയായിരുന്നു. അതിനെ കട്ട് ചെയ്ത് അമ്മ കൊണ്ടുവച്ച് കഴിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു ചലഞ്ച് തരാൻ കഴിക്കാൻ പറഞ്ഞു. ഇത്രയും വലിയ പീസ് ഒറ്റയടിക്ക് വായിക്കാത്താക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അമ്മ കഴിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടയിലെ കുടുങ്ങി ചാവാത്തതും ഭാഗ്യം കേട്ടോ. അമ്മാതിരി ഒരു പീസാണ് എടുത്ത് വായിക്കാത്ത
വായിക്കകത്ത് കുത്തിക്കയറ്റിയതേ. എന്നിട്ടിരുന്ന് അതിനെ കഴിച്ചിറക്കി കേട്ടോ. ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനെ കഴിച്ചിറക്കി. എന്നിട്ട് അതും ഐസ് നല്ല തണുപ്പുള്ള സാധനമൊന്നും എടുത്ത് വായിക്കകത്ത് വെച്ചേട്ടോ. ഗെയിം കളിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ലൈവ് വോയിസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഞാൻ മൈക്ക് എടുക്കാനായിട്ട് വിട്ടു കേട്ടോ. അതുകൊണ്ട് പിന്നെ ലൈവല്ല മ്യൂട്ട് ചെയ്തു. കോമഡി ആയിരുന്നു. കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ കൂടി എനിക്കത് കണ്ടപ്പോൾ എനിക്കൂടെ ഒന്ന് ചെയ്യാനായിട്ടൊരാഗ്രഹം കേട്ടോ. പക്ഷെ അമ്മ കഴിച്ചതിൻ്റെ അത്ര വലിയ പീസ് അതിലുണ്ടായിരുന്നില്ല. എങ്കിലും അതിലുണ്ടായിരുന്നതിൽ വലിയ പീസ് ഞാനെടുത്തു. അമ്മയുടെ അത്ര വലിയ വാ അല്ലാത്തത് കൊണ്ട്, അതിനെക്കാട്ടി ചെറിയ വാ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അതിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പീസ് എടുത്ത് വെച്ചു കേട്ടോ. പക്ഷെ അത് കഴിക്കാൻ കുറച്ച് പാടുണ്ട്. ഉദ്ദേശിക്കും പോലെയല്ല. അത് അങ്ങ് ഇതായി വരുന്നില്ല കേട്ടോ. ഞാൻ വായിക്കത്തിട്ടിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. 2 കടിയെ കടിച്ചപ്പോൾ അതിൽ വെള്ളം അങ്ങ് ഇറങ്ങി. അപ്പോഴേക്കൊന്ന് താഴ്ന്നു. അതുകൊണ്ട് കഴിച്ചിറക്കി കേട്ടോ. അത് ഈ വെള്ളം മണ്ടയിലെങ്ങാനും കയറിയ മനുഷ്യൻ ചത്തുപോയത് തന്നെ കേട്ടോ. ഇതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടികളാണ്. നിങ്ങളതൊന്നും ചെയ്യരുത്. നമുക്ക് ചില നേരത്തെ ഭ്രാന്തിളകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ പരിപാടികൾ ചെയ്യുമല്ലോ. അങ്ങനെയൊക്കെയുള്ള ചെയ്ത്താണ് ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും നിങ്ങളാരും അനുകരിക്കരുത്. പിള്ളേരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെന്നറിയാം. കുട്ടികളെ നിങ്ങളാരും ഇതൊന്നും ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഭ്രാന്തിളകുമ്പോൾ ഓരോന്നും ചെയ്യുന്നതാണ്. ഇതൊക്കെ മണ്ടയിൽ കയറിയാലുണ്ടല്ലോ ജീവൻ പോലും തിരിച്ച് കിട്ടത്തില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ടിങ്ങനെ ഓരോ ചലഞ്ചൊക്കെ ചെയ്തിട്ടിരുന്നപ്പോഴേക്കും സച്ചിൻ വിളിച്ച് ചീമയോട് ചോദിച്ചു അവിടെ എന്താ കഴിക്കാനപ്പോൾ ചീമ പറഞ്ഞു ഒന്നും കഴിക്കാനില്ല. അപ്പവും കടലക്കറിയും എന്തൊക്കെയായിരുന്നു. സച്ചിനൊക്കെ എപ്പോഴും നോൺ വെജൊക്കെ ചിക്കനൊക്കെ കൂട്ടി കഴിക്കുന്ന ആളല്ലേ. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ശരി കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സച്ചിൻ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു ഷവർമ്മ വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് ചോദിക്കാം ആദ്യം പറഞ്ഞു. എന്നിട്ട് പിന്നെ എങ്കിൽ വയറ് ഫുള്ളായിരിക്കണം, വേണ്ട ഷവർമ്മ പറയും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിൻ ചീമ വിളിച്ചിട്ട് ചോദിക്കുന്നു ഷവർമ്മ വേണമെന്ന്. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് വേണ്ടാന്ന് പറയുന്നത്. പിന്നെ മനസ്സ് വേണമെന്നും പറയുന്നു വേണ്ടാന്നും പറയുന്നുകൊണ്ട് പറഞ്ഞു ഒറ്റ ഷവർമ്മ മതി, വേദയ്ക്കും വേണമല്ലോ. അതിനെ ഞങ്ങൾ ഹാഫായിട്ട് എടുത്തോളാം, ഒരു ഷവർമ്മ വാങ്ങിച്ചുകൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിൻ 2 ഷവർമ്മ വാങ്ങിച്ചു. 1 ചീമയ്ക്കും സച്ചിനും 1 എനിക്കും വേദയ്ക്കും. അങ്ങനെ ഷവർമ്മയും കൊണ്ടുവന്ന് ഹാഫായിട്ട് കട്ട് ചെയ്ത് കഴിച്ചപ്പോഴേക്കും ഒരു സമാധാനം കിട്ടി. ഷവർമ്മ കഴിച്ചു എന്നുമായി, ഷവർമ്മ കഴിച്ചില്ല എന്നുമായി. 10 മണിയായിട്ടോ സച്ചിൻ വീട്ടിൽ വന്നപ്പോഴേക്കും. ഇവരെങ്ങനെയാണ് കേട്ടോ 10 മണി 11 മണിയൊക്കെയാണ് അവരുടെ സമയം, സച്ചിൻ്റെയും ചീമയുടെയൊക്കെ. നമ്മുടെ സമയം എന്ന് പറയുന്നത് 8 മണി 9 മണി മാക്സിമം. അങ്ങനെ ഷവർമ്മ കഴിക്കാൻ വേണ്ടി അത്രയും സമയം വെയിറ്റ് ചെയ്തിരുന്നു. നാളെ വേദയ്ക്ക് സ്കൂളുള്ളതാണ്. ഇവിടുന്ന് വേണം രാവിലെ സ്കൂളിൽ പോകാനായിട്ട്. 9:30 ഉറങ്ങാൻ ഇവിടെ വന്നാൽ കുറച്ച് ലേറ്റായിട്ടേ പോകത്തുള്ളൂ കേട്ടോ ഉറങ്ങാനായിട്ട്. സ്കൂളിൽ രാവിലെ പോകാനായിട്ടില്ലെങ്കിൽ രാവിലെ നേരത്തെ ഉറങ്ങും. അപ്പോൾ 9:30 മണിയായപ്പോഴേക്കും ഉറങ്ങാനായിട്ട് എഴുന്നേറ്റപ്പോഴാണ് സച്ചിൻ വിളിച്ച് ഷവർമ്മ വേണമെന്ന് ചോദിക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ വേണ്ടാന്ന് പറയും. അതുകൊണ്ട് സച്ചിന് വിഷമമായാലോ, അതുകൊണ്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഷവർമ്മയും വാങ്ങിച്ച് കഴിക്കാനായിട്ട് എത്രയും സമയം ഇരുന്നത്. സച്ചിൻ വന്നപ്പോൾ സച്ചിനും കുറച്ച് വാട്ടർ മെലൺ എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പറയും. പക്ഷേ സച്ചിൻ്റെ വാ നമ്മളെക്കാട്ടിയൊക്കെ വലുതായിരുന്നത്, ആ പീസ് ചെറുതായിരുന്നത് കൊണ്ട് സച്ചിൻ സുന്ദരമായിട്ട് ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. പക്ഷെ കുറച്ചുകൂടെ വലിയ പീസ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആ ചലഞ്ച് ഒന്ന് ഗംഭീരമാക്കാമായിരുന്നു. കുഞ്ഞിപ്പെണ്ണ് കരച്ചിലെന്ന് പറഞ്ഞാൽ അയ്യോ ഞങ്ങളൊക്കെ പേടിച്ചു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഒരു സ്റ്റെപ്പ് കരച്ചിലൊക്കെ കഴിഞ്ഞ് പാലൊക്കെ കുടിച്ച് അങ്ങനെ കിടക്കുകയാണ്. എന്തിനാണ് കരഞ്ഞെന്നറിയത്തില്ല. അവൾക്ക് എന്ത് വയ്യായിക ഉണ്ടോ, എന്താണ് യാത്രാക്ഷീണമാണോ ഒന്നും അറിയത്തില്ല. ഞങ്ങളെല്ലാവരും പേടിച്ചു കേട്ടോ. അങ്ങനെ കരച്ചിലായിരുന്നു അവൾ. അപ്പോൾ കരച്ചിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഇനി പോയി കിടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.